ഏഷ്യൻ മാർക്കറ്റുകൾ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 1% ഇടിഞ്ഞ് 24,363 ക്ലോസിംഗ് നൽകിയിരുന്നു. ഇന്ന് 24,400 മുകളിലുള്ള ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ തുടർച്ചയായി 14 ദിവസം നീണ്ടുനിന്ന സെല്ലിംഗ് അവസാനിപ്പിച്ച് വെള്ളിയാഴ്ച 7,437 കോടി രൂപയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് BEML, സെല്ലോ വേൾഡ്, യുറേക്ക ഫോർബ്സ്, ഗോൾഡിയം ഇന്റർനാഷണൽ, JM ഫിനാൻഷ്യൽ, KNR കൺസ്ട്രക്ഷൻ, മുത്തൂറ്റ് മൈക്രോഫിൻ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. മണപ്പുറം ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 75% ഇടിഞ്ഞ് 585 കോടിയിൽ നിന്ന് 138 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10.2% ഇടിഞ്ഞ് 1,538 നിന്നും 1,380 എത്തുകയും എംപയർമെൻറ്റ് 229 കോടിയിൽ നിന്നും 559 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. വോൾട്ടാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ്. നെറ്റ് പ്രോഫിറ്റ് 58% ഇടിഞ്ഞ് 334 കോടിയിൽ നിന്ന് 140 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 58% ഇടിഞ്ഞ് 432 കോടിയിൽ നിന്ന് 178 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 20% ഇടിഞ്ഞ് 4,921 കോടിയിൽ നിന്നും 3,938 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 8.6% നിന്നും 4.5% ഇടിയുകയും ചെയ്തു. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 6.2% ഇടിഞ്ഞു 99 കോടിയിൽ നിന്നും 92 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. എബിറ്റ 12% ഇടിഞ്ഞ് 122 കോടിയിൽ നിന്നും 107 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 10% വർദ്ധിച്ച് 508 കോടിയിൽ നിന്നും 559 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ മാർജിൻ 24% നിന്നും 19% ഇടിഞ്ഞു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 13% ഇടിഞ്ഞിട്ടും പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 291 കോടിയിൽ നിന്നും 354 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 4% ഇടിഞ്ഞ് 509 കോടിയിൽ നിന്നും 488 കോടിയിലേക്ക് എത്തി. ഡോംസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 26% വർദ്ധിച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു 51 കോടിയിൽ നിന്നും 57 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ റവന്യൂ 26% വർദ്ധിച്ച് 445 കോടിയിൽ നിന്നും 562 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 14% വർദ്ധിച്ച് 86 കോടിയിൽ നിന്നും 98 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഫ്യൂഷൻ ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 31% ഇടിഞ്ഞു. നെറ്റ് ലോസ് 35 കോടിയിൽ നിന്നും 95 കോടിയായി ഉയരുകയും ചെയ്തു. സീമെൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും റവന്യൂ 15% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 27% ഇടിഞ്ഞു 577 കോടിയിൽ നിന്നും 422 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എബിറ്റ 7% വർദ്ധിച്ച് 485 കോടിയിൽ നിന്നും 521 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. വലട്ര ഗ്രീൻടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 10% വർദ്ധിച്ച് 314 കോടിയിൽ നിന്നും 347 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 24 കോടിയിൽ നിന്നും 26 കോടിയിലേക്ക് എത്തി. HBL എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ മാർജിൻ 21% നിന്നും 31% എത്തുകയും എബിറ്റ 74% വർദ്ധിച്ച് 110 കോടിയിൽ നിന്നും 192 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 80 കോടിയിൽ നിന്നും 143 കോടിയിലേക്ക് 79% ഉയരുകയും ചെയ്തു. റവന്യൂ 15% വർദ്ധിച്ചിട്ടുണ്ട്. അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 91 കോടിയിൽ നിന്നും 137 കോടിയിലേക്ക് എത്തി. എബിറ്റ 23% വർദ്ധിച്ച് 353 കോടിയിൽ നിന്നും 435 കോടിയിലേക്ക് എത്തി. റവന്യൂ 6.8% വർദ്ധിച്ച് 3,154 കോടിയിൽ നിന്നും 3,370 കോടിയിലേക്ക് എത്തി. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. നെറ്റ് പ്രോഫിറ്റ് 63% ഇടിഞ്ഞു 10,514 കോടിയിൽ നിന്നും 3,924 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എബിറ്റ 35% ഇടിഞ്ഞ് 14,972 കോടിയിൽ നിന്നും 9,724 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 2.5% ഇടിയുകയും മാർജിൻ 14% നിന്നും 9% എത്തുകയും ചെയ്തു.
ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് BEL എന്ന കമ്പനിക്ക് ലഭിച്ച ഫസ്റ്റ് ഓവർസീസ് കോൺട്രാക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മലേഷ്യയിൽ നിന്നും മെട്രോ റെയിൽ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് BEML എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ BEMLൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്നാണ് പുറത്തു വരുന്നത്. ഗോകുൽദാസ് എക്സ്പെർട്ട് എന്ന കമ്പനി BRFL ടെക്സ്റ്റൈൽ എന്ന കമ്പനിയുമായി അമാൽഗമേഷനുള്ള അപ്രൂവൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. സായി സിൽക്സ് എന്ന കമ്പനി അതിൻ്റെ 71ാമത്തെ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സായി സിൽക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബസാർ സ്റ്റൈലും വെസ്റ്റ് ബംഗാളിൽ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ റിറ്റെയിൽ കമ്പനിയായ ബസാർ സ്റ്റൈൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ലോഡ്സ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ലോഡ്സ് എൻ്റർപ്രൈസസ് എന്ന കമ്പനിയെ റൈറ്റ് ഇഷ്യൂ പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1:5 എന്ന റേഷ്യോയിൽ കമ്പനി റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുദ്ര സിനർജി എന്ന കമ്പനി അദാനി എൻ്റർപ്രൈസസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറിക്കഴിഞ്ഞു. IDFC ഫസ്റ്റ് ബാങ്കിൽ പ്ലാറ്റിനം ഇൻവിക്ടസ് ഏകദേശം 2624 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതുകൊണ്ട് IDFC ഫസ്റ്റ് ബാങ്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ടെക്സ്മാക്കോ വെസ്റ്റ് റെയിലും ടെക്സ്മാക്കോ റെയിലും തമ്മിലുള്ള അമാൽഗമേഷന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു. കൂടാതെ സന്തൂർ മാഗ്നീസ് ആൻഡ് ഓർ എന്ന കമ്പനിയെ 2:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. KPIT ടെക്നോളജി എന്ന സ്റ്റോക്കും സ്ട്രാറ്റജിക് അക്വിസിഷൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. KPIT ടെക്നോളജി കെയർസോഫ്റ്റ് എന്ന കമ്പനിയെ $157 മില്യൺ അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻഡ്രീം ANG എന്ന കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് കമ്പനി 26% നിന്നും 51% ഉയർത്തിയിട്ടുണ്ട്. ഹെൽം എന്ന കമ്പനിയിലും കമ്പനി $10 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ KPIT ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നൈബ് എന്ന ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. നൈബിന് 10.52 കോടി രൂപയുടെ ഓർഡർ ഇസ്രായേൽ ബേസ്ഡ് കമ്പനിയായ എൽബിറ്റ് സിസ്റ്റത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഷിപ്പ് മൗണ്ടഡ് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ മെക്കാനിക്കൽ കിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡറാണ് നൈബ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈയിലെ പ്രൊഡക്ഷൻ 82,862 യൂണിറ്റായി മാറി. കഴിഞ്ഞ വർഷത്തെ ജൂലൈയിലെ പ്രൊഡക്ഷൻ 80,917 യൂണിറ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയറിൽ പ്രൊഡക്ഷനിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഓഥം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി സ്റ്റാർ എയ്റോസ്പേസിൻ്റെ 8.34 ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർ എയ്റോസ്പേസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രിസം ജോൺസൺ സെൻറ്റിനി സെറാമിക്ക എന്ന കമ്പനിയിൽ 49.68 കോടി രൂപയുടെ ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. JSW എനർജി എന്ന കമ്പനി 80 മെഗാവാട്ടും 240 മെഗാവാട്ടും ശേഷിയുള്ള ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. JM ഫിനാൻഷ്യൽ ബജാജ് അലയൻസിൻ്റെ 2.1% സ്റ്റേക്കുകൾ 65.5 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ JM ഫിനാൻഷ്യൽ ബജാജ് അലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്